പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിലെ ഒരു ചരിത്രഗ്രന്ഥമായ എസ്രാ പുസ്തകത്തെ കുറിച്ചാണ്. ബൈബിളിലെ 15-ാമത്തെ പുസ്തകമാണ് എസ്രാ. അധ്യായങ്ങൾ 10, വാക്യങ്ങൾ 280, ചോദ്യങ്ങൾ 9, ആജ്ഞകൾ 43. പ്രവാസകാല ശേഷമുള്ള ചരിത്രഗ്രന്ഥങ്ങളാണ് എസ്രാ, നെഹമ്യാവ്, എസ്തേർ എന്നിവ. എബ്രായ ബൈബിളിൽ എസ്രായും നെഹമ്യാവും ഒറ്റ പുസ്തകമായിരുന്നു. സെപ്റ്റുവജിന്റ് ഭാഷാന്തരക്കാരാണ് ഇതിനെ രണ്ടാക്കിയത്. എസ്രായുടെ പുസ്തകത്തിലെ പ്രധാന വിഷയം ദൈവാലയ പുനർനിർമ്മാണവും നെഹമ്യാവിന്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം യെരുശലേമിലെ മതിലുകളുടെ പുതുക്കിപ്പണിയുമാണ്. രണ്ട് പുസ്തകങ്ങളിലും സുദീർഘമായ വംശാവലി രേഖകൾ കാണാം. അത് അഹരോന്റെ പിന്തുടർച്ചക്കാരായ പുരോഹിതന്മാരുടെ അവകാശവാദം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പുസ്തകത്തിലെ പ്രാധാന്യം: കോരേശ് രാജാവിന്റെ വിളംബരം അനുസരിച്ച് ബാബിലോൺ വിട്ട് ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന 2 ജനസമൂഹങ്ങളെ പറ്റിയുള്ള വിവരണമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തേത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ദൈവാലയം പണിയുവാനും, രണ്ടാമത്തേത് എസ്രായുടെ നേതൃത്വത്തിൽ ജനത്തിന്റെ ആത്മീയ നിലവാരം ഉയർത്തുവാനുമാണ്. ഈ 2 സംഭവങ്ങൾക്കുമിടയിൽ ഏകദേശം 60 വർഷത്തെ ഇടവേളയുണ്ട്. ആ സമയത്താണ് എസ്തേർ പേർഷ്യയിൽ രാജ്ഞിയായി ജീവിച്ചിരുന്നത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തിന്റെ അധാർമികമായ വൈവാഹിക ബന്ധത്തിൽ മനം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ച എസ്രാ അവരെ ഒരു കൂട്ട മാനസാന്തരത്തിലേക്ക് ആനയിച്ചു. അവരെല്ലാം തങ്ങളുടെ വിജാതീയ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അത്ഭുതകരമായ ഒരു പരിവർത്തനം അവരിൽ സംജാതമാകുവാൻ കാരണമായി തീർന്നു. ഏക വ്യക്തിയുടെ ഹൃദയംഗമമായ പ്രാർത്ഥനയുടെ ശക്തി എത്ര അത്ഭുതകരം! ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ഇസ്രായേൽ ജനത്തെ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് അരുളി ചെയ്ത ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണെന്ന് വ്യക്തമാക്കുകയാണ് ഈ പുസ്തകം എഴുതിയതിന്റെ ലക്ഷ്യം. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യഹൂദ പാരമ്പര്യം അനുസരിച്ച് എസ്രാ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത്. ബാബേൽ പ്രവാസത്തിൽ നിന്നും BC 458 അർത്ഥശഷ്ടാ രാജാവ് എസ്രാ ശാസ്ത്രിയെ യെരുശലേമിലേക്ക് തിരിച്ചയച്ചു. യഹൂദന്മാരുടെ കാര്യങ്ങൾ നോക്കുന്ന ചുമതലയുള്ള ഒരു മന്ത്രി പദവി എസ്രായ്ക്കുണ്ടായിരുന്നു. ഒരു വലിയ സംഘം യഹൂദന്മാരും അവനോട് കൂടെ മടങ്ങി യെരുശലേമിലെത്തി. തുടർന്ന് അവരുടെ ദൈവാലയ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും ജാതീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും താൻ വളരെ ബദ്ധശ്രദ്ധനായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിലും എസ്രാ തിളങ്ങി. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 458-നും 444-നും മധ്യേ. സ്ഥലം യെരുശലേമിൽ വച്ച്. കാലപരിധി ഏകദേശം 80 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതുപോലെ ബൈബിൾ പുസ്തകങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.